മനോരമ ലേഖകൻ ആനാട് ശശിയുടെ ആത്മഹത്യയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. ശശിക്ക് നിക്ഷേപ തുക തിരികെ നൽകാനുള്ള മുണ്ടേല രാജീവ് സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് നീക്കം. ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതെന്ന സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം ഫണ്ട് തട്ടിപ്പിൽ മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ റെസിഡന്റ് സംഘത്തിന്റെയും ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെയും സമ്പാദ്യം കണ്ടുകെട്ടുക എന്ന മുദ്രാവാക്യമുയർത്തി CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. കോൺഗ്രസ് അനുഭാവിയും മനോരമ പ്രാദേശിക ലേഖകനുമായ ആനാട് ശശി തിങ്കളാഴ്ചയാണ് ആത്മഹത്യ ചെയ്തത്. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ശശിയുടെ സഹോദരൻ ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ 1.62 കോടി രൂപ തിരികെ ലഭിക്കാത്തതാണ് ശശിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നായിരുന്നു ജയചന്ദ്രന്റെ വെളിപ്പെടുത്തൽ. കാരണം വേറൊന്നുമില്ല. ഡിപ്രഷൻ കൊണ്ട് പുള്ളിയുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. പല പ്രാവശ്യം ചോദിച്ചു. അവിടുത്തെ പല ഒഴിവഴികളും പറഞ്ഞു മാറിയെന്നാണ്. ആള് ഏകദേശം കണ്ടാൽ നമുക്ക് ഒരു കഷ്ടം തോന്നുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യമൊക്കെ പോയി, മാനസികമായി തകർന്ന്, ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റൊന്നുമില്ല. അതൊക്കെ അങ്ങനെ പോയായിരുന്നു. പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അസ്തമിച്ചു. അതാണ് എൻ്റെ കാരണം. കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ജയചന്ദ്രൻ വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കും. ശശിയുടെ നിക്ഷേപം സംബന്ധിച്ച ബാങ്ക് ഇടപാടുകളും രേഖകളും പോലീസ് പരിശോധിക്കും. ജീവിതകാലം മുഴുവനുള്ള കുടുംബത്തിന്റെ സമ്പാദ്യമാണ് ആനാട് ശശി ബാങ്കിൽ നിക്ഷേപിച്ചത്. പണം തിരികെ ലഭിക്കുന്നതിനായി നേരത്തെ നിരവധി പരാതികൾ നൽകിയിരുന്നു. ഈ പരാതികളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കും. കോൺഗ്രസ് നേതാക്കളുടെ ക്രമക്കേടിന്റെ ഭാഗമായി മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്ക് പൂർണ്ണമായും തകർച്ചയിലാണ്. പിന്നാലെ ബാങ്ക് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തിരുന്നു. നിക്ഷേപത്തുക ഇനി തിരികെ ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് ആനാട് ശശിയും ആത്മഹത്യയിലേക്ക് തിരിഞ്ഞതെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.